നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ? നിങ്ങൾക്ക് ക്രോസ് പോസ്റ്റിംഗ് നിങ്ങൾ ഇതേപോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വളരാൻ കഴിയില്ല. ഇത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ വീഡിയോ ആണ്. അപ്പം നമ്മൾ യൂട്യൂബിൽ ഇത്തരത്തിൽ ഇനിയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്ന റീലുകളും അതിൻ്റെ ഡീറ്റെയിൽ വെർഷന് ഞാൻ യൂട്യൂബിൽ അതിൻ്റെ അപ്ലോഡ് ചെയ്യുക. അപ്പം കഴിഞ്ഞ ദിവസം ദുബായിൽ എൻ്റെ ഫ്രണ്ട് ദീപു വന്നിരുന്നു. ദീപുവിന് എൻ്റെ പേജിലൂടെ നിങ്ങളെല്ലാവരും അറിയും. ദീപു എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോഗ്രാഫറാണ്, ഒരു വീഡിയോഗ്രാഫറാണ്. അവന് ഒരുപാട് നല്ല ക്രിയേഷൻസ് അവൻ്റെ ഉണ്ട്. അപ്പോൾ ദീപു വന്നപ്പം ദീപു എന്നോട് പറഞ്ഞു, ദീപു നല്ല എഴുതുട്ടോ, ദീപു നല്ല അടിപൊളിയായിട്ട് എഴുതും. അപ്പോൾ ദീപു എന്നോട് പറഞ്ഞു, എടാ നബീലെ, നീ എൻ്റെ എഴുത്തുകൾ കാണാറില്ലേ? ഞാൻ ദീപു പറഞ്ഞു, സോറിടാ, ഫേസ്ബുക്ക് നമ്മളിപ്പോൾ ആരാ യൂസ് ചെയ്യുക? അപ്പോൾ ദീപു പറഞ്ഞു, നബീലെ, നീ ഉപയോഗിക്കാത്തൊരു കാര്യം വേറുള്ള ആൾക്കാർ ഉപയോഗിക്കില്ല എന്നുണ്ടോ? ഞാൻ പൊതുവേ 2020 ശേഷം ക്രിക്കറ്റ് കളി കണ്ടില്ല എന്ന് കരുതി ക്രിക്കറ്റ് കളി ഇപ്പോൾ എല്ലാവരും കാണില്ലേ? ആ കളിക്ക് അത്രയും ഫാൻസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കളിയാണ് ഫുട്ബോൾ. നമ്മൾ കാണില്ല വെച്ചിട്ട് എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം ഞാൻ ഉപയോഗിക്കില്ല വെച്ചിട്ട് എല്ലാവരും ഉപയോഗിക്കില്ല എന്നുള്ളതല്ല, ഒരുപാട് പേര് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോസ്റ്റുകൾ ക്രോസ് പോസ്റ്റ് ചെയ്യുക, അതായത് നമ്മളത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക് എന്നുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ക്രോസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വിയർക്കുണ്ട് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. ദുബായിൽ 49 ഡിഗ്രിയാണ് ചൂട്. അപ്പം ആ ഒരു ചൂട് അതിജീവിക്കാൻ അത്ര പാടാണ്. വൈകുന്നേരം കണ്ടൻറ് എടുക്കാൻ വേണ്ടി പുറത്ത് കുറേ ഡ്രൈവ് ചെയ്ത് നടന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം കൂട്ടുകാരൻ്റെ ഗ്യാരേജിൽ വന്നു. മാസ് ഗ്യാരേജ് നമ്മൾ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാറില്ല, ആ ഗ്യാരേജാണ്. അപ്പോൾ AC ജസ്റ്റ് ഓൺ ആക്കിയിട്ടുള്ളൂ. ഇപ്പോഴും നല്ല വിയർത്തൊലിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ക്രോസ് പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ക്രോസ് പോസ്റ്റിങ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് വീഡിയോയിൽ നിങ്ങൾ വരുത്തണം. അതായത് അതിൻ്റെ ഒന്നിയ ലെങ്ത്ത് കുറയ്ക്കുക, ഒന്ന് കൂട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോയുടെ ഹുക്ക് ചിലപ്പം വേറെ ആയിരിക്കും, ഫേസ്ബുക്കിൽ ഹുക്ക് നമ്മൾ മാറ്റി പിടിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ക്രോസ് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിന് റീച്ച് നല്ലോണം കൂടും. അൾട്ടിമേറ്റ്ലി നമ്മൾ വേറെയുള്ള ആൾക്കാരെ പറമ്പ് കയറി കളക്കുകയാണ്. അപ്പോൾ ആ കിളക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കി കിളക്കണം, അല്ലാത്ത വീഡിയോസിന് ഒരു റീച്ച് കൊടുക്കില്ല. അപ്പം നമ്മളെ സീരീസുകൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ സീരീസുകളിൽ ഈ ഒരു സീരീസാണ് നമ്മൾ ആദ്യത്തെ സീരീസ്, ഹൗ വി ക്യാൻ ബി എ ഗുഡ് വ്ളോഗർ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഞാനൊരിക്കലും വ്ളോഗിങ് ഇഷ്ടപ്പെടുന്ന, വ്ളോഗിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും മനസ്സിലാഗ്രഹം ഉണ്ടാവും നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന്, പക്ഷേ അത് അത്ര എളുപ്പമല്ല. ലൈക്ക് ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അറിയുന്ന ലൈക്ക് ഇതിനെക്കുറിച്ച് പാഷനുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ, നബീലെ, നീ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഫേസ് ചെയ്തിട്ട് ഒരു സ്പേസിൽ ലൈക്ക് ഞാനിപ്പോൾ ഈ ക്യാമറയിൽ നിങ്ങളോട് സംസാരിക്കണ്ടല്ലോ, അത്തരത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഫേസ് ചെയ്തിട്ട് നമുക്ക് ക്യാമറയിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പതുക്കെയാണ് നമ്മളെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ നല്ല സംസാരിക്കാനുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കും, നേരം പക്ഷേ ചിലപ്പോൾ മടിയായിരിക്കും, പല ഫാക്ടേഴ്സ് നമ്മളെ പിൻവലിക്കും. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ മതി. ചിലപ്പോൾ ഇനീഷ്യലി നമ്മൾ ആരെയും അങ്ങനെ മൈൻഡൊന്നും ചെയ്യില്ല, പക്ഷേ വൺ ഡേ വിൽ ബി ഫോർ us പറഞ്ഞില്ല, ആ ലെവലിൽ കയറി വരും. ഞാനൊക്കെ എപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോഴും ലൈക്ക് സ്ട്രഗ്ലിംഗ് മീൻസ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം എടുക്കും ചിലപ്പോൾ ഒരു നല്ല കണ്ടൻറ് ക്രിയേറ്ററായിട്ട് അറിയപ്പെടാൻ. അതുകൊണ്ട് ആദ്യം തന്നെ ഫേസ്ബുക്കിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ സോറി പറയാണ്. ഇനി മുതൽ എൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും ക്രോസ് പോസ്റ്റ് വരും. സെയിം പോസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിലും കാണാം, ടിക്ടോക്കിലും കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചേഞ്ച്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. കാരണം സബ്സ്ക്രൈബ് ചെയ്താലല്ലേ എനിക്ക് നല്ല കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.